നബൂഖുദ്നേസറിൻ്റെ പട്ടാള മേധാവിയായിരുന്നു ഹോളോഫെർണസ്. ചെന്ന് ലോകം മുഴുവൻ പിടിച്ചടക്കുക നബൂഖുദ്നേസർ കൽപ്പിച്ചു. ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് അസീറിയക്കാരുടെ കൊള്ളക്കാരായ പട്ടാളക്കാർ മുന്നോട്ടു നീങ്ങി. എല്ലാ ജനതയും അവർക്ക് കീഴടങ്ങി. പക്ഷേ ഇസ്രായേൽ മാത്രം കീഴടങ്ങിയില്ല. ഏലിയാക്കീം അന്ന് പ്രധാന പുരോഹിതനായിരുന്നു. ശത്രുപട്ടാളത്തെ നേരിടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജെറുസലേമും പരിശുദ്ധമായ ദേവാലയവും സംപൂജ്യമായി സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഉയരത്തിൽ പാറപ്പുറത്ത് പണിയപ്പെട്ടിരിക്കുന്നൊരു പട്ടണമാണ് ബത്തുലൂയ. അതുവഴി ജൂദിയായിലേക്ക് പ്രവേശിക്കാം. ആക്രമണം ബുദ്ധിമുട്ടാണ്, പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഹോളോഫെർണസിന് അറിയാമായിരുന്നു. യുദ്ധത്തിന് പോകേണ്ട നഗരത്തിലേക്കുള്ള വെള്ളം തടയാം എന്നായിരുന്നു അയാളുടെ തീരുമാനം. ദിവസങ്ങൾക്കകം ബത്തുലൂയക്കാർക്ക് കഷ്ടപ്പാടായി. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്മാർ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 20 ദിവസം ഒരു കണക്കിനവർ വലിച്ചെത്തിച്ചു. നിവർത്തിയില്ലെന്നായപ്പോൾ കീഴടങ്ങണമെന്ന് ജനങ്ങൾ ബഹളം കൂട്ടി തുടങ്ങി. ഓസിയാസ് അവരോട് പിന്നെയും പ്രാർത്ഥനയിൽ തുടരുക, 5 ദിവസങ്ങൾക്കകം രക്ഷപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് കീഴടങ്ങാമെന്ന് പറഞ്ഞു. അതിശ്രേഷ്ഠയും നല്ലവളുമായ ഒരു വിധവയായിരുന്നു ജൂഡിത്ത്. തൻ്റെ ജനങ്ങളെ രക്ഷിക്കുവാൻ ആ സ്ത്രീക്കാണ് ദൈവം പ്രചോദനം നൽകിയത്. തൻ്റെ പരിപാടി എന്തെന്ന് മറ്റുള്ളവരെ അവൾ അറിയിച്ചില്ല. പക്ഷേ മൂപ്പന്മാരുടെ സമ്മതവും പ്രാർത്ഥനയും അവൾക്കുണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ച തന്ത്രം പ്രയോഗിക്കാൻ അവൾ ഇറങ്ങിപ്പുറപ്പെട്ടു. രാത്രി സമയം ജൂഡിത്തും ദാസിയും കൂടി ബത്തുലിയായുടെ പടി കടന്ന് പുറത്തേക്ക് പോയി. പ്രഭാതത്തിനു മുൻപ് അവർ അസിരിയൻ ക്യാമ്പിലെത്തി. അതിമനോഹരമായിട്ട് അവൾ ഉടുത്തൊരുങ്ങിയിരുന്നു. സ്വജനങ്ങളെ വിട്ടുപേക്ഷിച്ചു പോന്നു എന്നായിരുന്നു അവളുടെ അഭിനയം. സ്നേഹം ഭാവിച്ച് അവൾ ഹോളോഫെർണസിനെ വശപ്പെടുത്തി. അവൾക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാൻ തയ്യാർ എന്ന മട്ടിലായിരുന്നു ആ മനുഷ്യൻ. അവൾക്കും ദാസിക്കും യാതൊരു ശല്യവും കൂടാതെ ക്യാമ്പിൽ താമസിക്കുവാൻ അയാൾ ഏർപ്പാട് ചെയ്തു. എപ്പോൾ വേണമെങ്കിലും അവർക്കിഷ്ടം പോലെ വരികയും പോവുകയും ചെയ്യാമായിരുന്നു. ദേഹശുദ്ധീകരണത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഓരോ രാത്രിയും അവൾ ക്യാമ്പ് വിട്ടു പോകാറുണ്ടായിരുന്നു. ശത്രു ക്യാമ്പിൽ ജൂഡിത്ത് താമസമായിട്ട് അന്ന് 4-ാം ദിവസമായിരുന്നു. ഹോളോഫെർണസ് അന്നൊരു വിരുന്ന് നടത്തി. ജൂഡിത്തിനെയും അയാൾ ക്ഷണിച്ചു. അവൾ ആ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഹോളോഫെർണസിനും തൻ്റെ ആളുകൾക്കും അന്ന് തീരെ നിയന്ത്രണം വിട്ടുപോയി. കുടിച്ച് ലക്കില്ലാതെ ഓരോരുത്തരായി പിരിയാൻ തുടങ്ങി. കുടിച്ച് മതോന്മത്തനായ ഹോളോഫെർണസ് തീരെ ബോധമില്ലാതെ മലർന്നടിച്ച് വീണുകിടന്നു കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. മിടുമിടുക്കിയായ ജൂഡിത്തിന് പറ്റിയ വിനാഴിക വന്നു ചേർന്നു. വളരെ പെട്ടെന്നായിരുന്നു അവളുടെ തുടർന്നുള്ള പ്രവർത്തനം. ഹോളോഫെർണസിനെ വാള് വലിച്ചു ഊരിയെടുത്ത് അവൾ ആ മനുഷ്യൻ്റെ തലവെട്ടി അകറ്റി. അതൊരു സഞ്ചിയിലാക്കിക്കൊണ്ട് അവളും ദാസിയും യാതൊരു ശല്യവും കൂടാതെ ക്യാമ്പിൽ നിന്ന് പുറത്തുപോയി. അസീറിയൻ ജനറലിൻ്റെ തലയാണ് അവളുടെ തുകൽ സഞ്ചിയിൽ എന്ന് പടിക്കാവൽക്കാരുണ്ടോ അറിയുന്നു. ജൂഡിത്തും ദാസിയും കൂടി നേരെ നടന്ന് ബത്തുലൂയയിലെത്തി. ജൂഡിത്തിൻ്റെ വിളി കേട്ട് പടിവാതിലുകൾ തുറക്കപ്പെട്ടു. ഭയം മാറി. പുലർച്ചെയായതോടെ വിവരം ക്യാമ്പിൽ പടർന്നു പിടിച്ചു. ജനങ്ങൾ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. അസീറിയൻ പട്ടാളം പാഞ്ഞകന്നു. സ്വർഗീയ സൈന്യത്തെ നൽകി സ്വജനത്തെ സഹായിക്കുന്ന ദൈവത്തെ ഭയന്നുകൊണ്ടായിരുന്നു അവരുടെ പലായനം. ജെറുസലേമും അവരുടെ ദേവാലയവും അങ്ങനെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്യാസന്നമായ ഒരു അപകടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനതയെ രക്ഷിക്കുന്ന ഒരു ധീരവനിതയായിട്ടാണ് ജൂഡിത്തിനെ ഗ്രന്ഥകാരൻ ചിത്രീകരിക്കുന്നത്. അസാധാരണമാണ് അവൾ പ്രദർശിപ്പിക്കുന്ന ധൈര്യം. അതിവിശിഷ്ടമാണ് അവളെ പ്രേരിപ്പിച്ച ആദർശം. രാജ്യസ്നേഹമാണ് അവളുടെ പ്രവൃത്തികൾക്ക് ആധാരം. ദൈവസഹായം തേടുന്നവരെ ദൈവം പല വഴിയിൽ കൂടി പരിരക്ഷിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണിത്.